ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു വെറൈറ്റി റെസിപ്പി അങ്ങ് പിടിച്ചാലോ? അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പോളം റവയും പിന്നെ ഒരു 1/2 കപ്പോളം കടലയുണ്ടല്ലോ, ബ്രൗൺ കളർ കടല, അതും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കപ്പോളം കടല ഞാൻ എടുത്ത് ഒരു ഓവർനൈറ്റ് ഒന്ന് കുതിർത്തെടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങളുടെ കയ്യിൽ ഓവർനൈറ്റ് രാത്രി മൊത്തം സമയം ഇല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തെടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഒരു 3 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്തെടുത്താലും മതിയാവും. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ആദ്യം വെള്ളം ഒന്നും ചേർക്കാതെ വേണം ഒന്ന് പൊടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ടെങ്കിലും തരിതരിപ്പോടെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പോളം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് അങ്ങ് അരഞ്ഞ് കിട്ടും. നമുക്കിത് നല്ല പോലെ ഒന്ന് അരഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവേ. ഇപ്പോൾ ദാണ്ട നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം കടല മാത്രം അരച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതിയാവേ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പോളം റവയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ സമയത്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല പോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പോളം വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് കുതിരാനായിട്ട് വെക്കണം. റവ ആയതുകൊണ്ട് തന്നെ കുറച്ചും കുതിർന്നതിന് ശേഷം മാത്രം അരച്ചെടുത്താൽ മതി. ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് കുതിർന്നിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാണ്ട ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ദാണ്ട ഞാൻ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ദാണ്ട ഇതുപോലെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്, കണ്ടോ? അപ്പോൾ ഈ ഒരു പാകത്തിന് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. ടോട്ടൽ എനിക്കൊരു 1/4 കപ്പോളം വെള്ളമേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട, ഡയറക്റ്റ് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല അടിപൊളി ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുറ്റിച്ച് വലുതോ ചെറുതോ ആയ ദോശകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ അത്യാവശ്യം വലുതായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്യാം. പക്ഷെ ഞാൻ നെയ്യൊന്നും ചേർക്കുന്നില്ല. നെയ്യൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത്. ഷുഗർ, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഡിന്നറായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഡിന്നറായിട്ടൊക്കെ കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. കുട്ടികൾക്ക്, കടല കഴിക്കാത്ത കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയ നല്ല ഐറ്റം ആണ് കേട്ടോ. അറിയാതെ അങ്ങ് കഴിച്ചു പോകും. ഈ കടലയുടെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല. അപ്പോൾ അതാണ് 2 സൈഡും ദോശ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ കടല വെച്ചിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കി നോക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കിക്കോളൂ. വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതാണ്ട് നല്ല അടിപൊളി ദോശയാണ്. ഇതുപോലെ എല്ലാ ദോശകളും നമുക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. രാവിലെ ആകുമ്പോൾ എന്ത് കാപ്പി ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് മിക്കപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനും ഒരു സന്തോഷമാണ്. അപ്പോൾ അതാണ്ട് ഞാനിവിടെ 2 ദോശ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചുട്ടെടുത്ത് കൊണ്ടുവരാം.
അതാണ്ട് ഞാനിവിടെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതാണ്ട് 2 എണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അരി ഉഴുന്നരച്ച് ഉണ്ടാക്കുന്ന ദോശയിലും നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു വെറൈറ്റി ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോഴെന്തായാലും ഇങ്ങനൊരു ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.